അച്ചു ഇതാ ഇത് സേവപ്പുരി, ഇത് പാനിപ്പുരി, ഇത് ചട്ടയാണ്, ഇത് മറ്റേ ഇങ്ങനത്തെ ഇതിനുള്ള കേട്ടോ. സേവപ്പൂരി 2 ടൈപ്പ് ഉണ്ടല്ലേ? ഒന്ന് ഇങ്ങനത്തെ ചട്ടയിൽ, ചട്ട പറഞ്ഞാൽ എല്ലാവർക്കും പരന്നത് കാണിച്ചേ. ഇതെന്നാ ചട്ട ബിസ്ക്കറ്റിന്റെ മേലെ. ഇത് ഗോൾഡ്. ഇങ്ങനത്തെ സാധനം കണ്ട, ഈ സാധനം ഇതിനുള്ളിൽ ഇങ്ങനെ സേവൽ ഇട്ടിട്ട് തരും. ഓക്കെ, ഇത് 2 ടൈപ്പാണ്. ഇത് രണ്ട് ടൈപ്പ് സേവ് പൂരി. പിന്നെ ഇവന് അച്ചുവിന് പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ചുവിന് പാനിപ്പൂരിയിൽ എന്തൊക്കെയാ നോക്കേ. പാനിപ്പൂരി ഇതിങ്ങനെ ഉടക്കുക, ചെറിയ കൈ കൊണ്ട് ഇതുപോലെ ഒട്ടയാക്കുക. എന്നിട്ട് ഇതിന് ശേഷം ഈ എന്താ പറയാ, ഈ കടല ഇട്ടിട്ട്, നമ്മളെ കടലയല്ല ഇത് റഗട. ഇത് ഇവിടുത്തെ ഏതോ ഒരു കടല, നമുക്കറിയില്ല കടല ഏതാന്ന്. അത് അച്ഛന് പിന്നെ ആ മറ്റേ പാനിപ്പൂരിന്റെ വെള്ളവും ഇതൊന്നും വേണ്ടാത്തത് കൊണ്ട് മീട്ട മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഇവന് ആ പാനിപ്പൂരിന്റെ അതൊന്നും ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് മീട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ. സാധാരണ പാനിപ്പൂരിയിൽ വേറൊരു പുളിയും അതിലുള്ളൊരു പാനി ഉണ്ടാവലുണ്ട്, എല്ലാം മിക്സ് ആക്കിയിട്ട് തരില്ല അല്ലേ. എന്താ ഇത് അവിടെ നിന്ന് തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ്. വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മളാക്കുമ്പം നല്ല രസമുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് പാനിപ്പൂരി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത്രയും വലിയ ഗോളാന്ന് വായിൽ പോകട്ടെ. എല്ലാവരുടെയും ഇതാ സേവ് പൂരി ഇഷ്ടം. എങ്ങനെയുണ്ട്? അവിടെ പോയി കഴിക്കുമ്പോൾ നല്ല രസമാണല്ലേ. വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിക്കുന്ന ടേസ്റ്റ് അല്ല അവിടെ ഇരുന്ന് കഴിക്കുന്നതാ. അച്ചുവിനോ വീട്ടിലിരുന്ന് കഴിക്കുന്ന രണ്ടാളെ വായിൽ ഫുൾ, രണ്ടും ഇഷ്ടമാണ്. രണ്ടാളെ വായിൽ ഫുള്ള് ഇട്ടിട്ടാണ് ഞാനെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഇവിടുത്തെ സ്നാക്സ് എന്ന് പറയുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു ടൈം പാസിന് ഇതെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട്. വലിയ ഹെൽത്തി ഫുഡൊന്നല്ല. ഇതൊക്കെ കുറച്ച് എന്താണ്, നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡാണ്. ഇതിൻ്റെ ഈ എന്താണ് ബിസ്ക്കറ്റും ഈ പാനിപ്പൂരിൻ്റെ ഈ ഗോളെല്ലാം. എന്നാലും വല്ലപ്പോഴും ഒരു ടൈം പാസിന് കഴിക്കുന്നതിനെ കൊണ്ട്, ഒരു ടൈം പാസിന് വല്ലപ്പോഴൊന്നും കഴിച്ചാൽ ഹെൽത്തിന് വലിയ കുഴപ്പമൊന്നും പറ്റൂല.